അങ്ങനെ ഇതാ നമ്മളെ ഗിഫ്റ്റ് പൊളിക്കാൻ നോക്കുന്ന ഞാൻ കുറച്ച് ബാക്കോട്ട് നിൽക്കാം. ചിലപ്പോ ഒരു അടി എനിക്ക് പ്രതീക്ഷിക്കാന്നുള്ളൊരു തോന്നലുണ്ട്. അങ്ങനെ നമ്മളെ സാധനം കൈ കിട്ടി. റൈനാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റാണ്. പിന്നെ ഐഫോണും അതിൻ്റെ കവറും കാര്യങ്ങളിലും. ഇനിയിപ്പോൾ അത് കൊടുത്തിട്ട് നോക്കാം എന്തെല്ലാമായിരിക്കും അവസ്ഥ എന്നുള്ളത്. ജനുവരി 17-ാം തീയതി ഞങ്ങളെ ആനിവേഴ്സറിയാണ്. അപ്പോൾ അതിന് റെയിനാക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗിഫ്റ്റ് കൊടുക്കണം. ആ ഗിഫ്റ്റ് എന്താണെന്നുള്ളത് റെയിനാക്ക് ഇതുവരെ തിരിഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ ഒരു ഐഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. ഐഫോൺ വാങ്ങി കവറിൽ വെച്ചിട്ടുണ്ട്. സാധനം ഇതാ, ഇതിലുണ്ട് സാധനം. ലൈവ് വേൾഡ് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. അതായത് ദുബൈയിലുള്ള ഷോപ്പിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്ത് ഐഫോൺ വാങ്ങിച്ചത്. നമ്മളെ കയ്യിലേക്ക് എത്തിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തേ ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത്. റെയിനാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങി ഐഫോൺ ഇതാണ്. ക്ലിയർ വെയിലായതുകൊണ്ട് ക്ലിയർ കിട്ടുന്നില്ല. അപ്പോൾ ഇതാണ് റെയിനാക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ച ഐഫോൺ. 2 കണ്ണുള്ള ഫോൺ വേണമെന്നാ മുന്നേ പറയല്. അങ്ങനെ ഫോൺ വാങ്ങിച്ച് ഇതാ ബോക്സ് പൊളിച്ച് അതാ പോയി. ഇതാ ഫോണ്. ക്യാമറ പിടിക്കാനൊക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ. അതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളിലുണ്ട്. കാണിച്ചു തരാം, അടിപൊളിയായിട്ട് കാണിച്ചു തരാം. ഇതൊന്നും എടുക്കട്ടെ. ഒരു കയ്യിൽ എൻ്റെ ഫോൺ പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ റെയിനാക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ച ഐഫോൺ. അപ്പോൾ ഇതാണ് സാധനം. ഇത് എൻ്റെ കയ്യിലുള്ളതൊന്നും റെയിനാക്ക് അറിയില്ല. അങ്ങനെ നാളെ ഈ ഒരു ഫോൺ ഗിഫ്റ്റായിട്ട് കൊടുക്കണം. അതുമായിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ദുബൈയിലുള്ള ലൈവ് വേൾഡ് എന്ന് പറഞ്ഞ ഷോപ്പാണ്. അവർ ഇതിനൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള കവറ് അവർ തന്നിട്ടുണ്ട്. ഇതവർ ഫ്രീ ആയിട്ട് തന്നെയാണ്. അപ്പോൾ ചാർജർ കേബിളും അതിൻ്റെ അഡാപ്റ്ററും അത് രണ്ടും ഇതിൻ്റെ കൂടെ ഉണ്ട്. പിന്നെയുള്ള സാധനം ഗ്ലാസ്. ഇത് ഐഫോൺ 14 Pro Maxൻ്റെ ഗ്ലാസ്സാണ്. അപ്പോൾ ഈ ഒരു ഗ്ലാസ് എൻ്റെ ഫോണിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അതുകൂടെ ഞാൻ അവരെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് ഐഫോൺ 14 Pro Maxൻ്റെ ഗ്ലാസ് വരുന്നത്. അപ്പോൾ അതുമാത്രമല്ല, പിന്നെ അവർ 2-3 കവർ എക്സ്ട്രാ തന്നിട്ടുണ്ട്. ഇതാ 13-ൻ്റെ കവറായത്. ഒരു കവർ ഇത്, രണ്ടാമത്തെ കവർ സിലിക്കോണാണ്. അടിയിൽ തുണി വരുന്ന ടൈപ്പ്. അപ്പോൾ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ ഈ ഒരു കവറുണ്ട്. അതുകൂടാതെ ഇതാ മറ്റൊരു കവറും കൂടെ ഉണ്ട്. ബാക്കിൽ ഫുള്ള് ഗ്ലാസ് ടൈപ്പ് വരുന്ന കവറായത്. ഇത് ഞാൻ പൊളിച്ച് നോക്കി, ഒരു പ്രാവശ്യം ഒന്ന് പൊളിച്ച് നോക്കി എന്നിട്ട് തന്നെ വെച്ചതാ. അപ്പോൾ അങ്ങനെ 3 കവർ റെയിനാൻ്റെ ഫോണിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഗ്ലാസ്, പിന്നെ 2 എക്സ്ട്രാ ഗ്ലാസ്, പിന്നെ അതുപോലെ തന്നെ എൻ്റെ 14 Pro Maxന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ കവറും കൂടെ ഞാൻ അവരെ കൊണ്ട് വരുത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഷോപ്പ് ഇതാണ്. കോഴിക്കോടല്ല ദുബൈയിലുള്ള ലൈവ് വേൾഡ് എന്നാണ് ഷോപ്പാണ്. എല്ലാ ഡിജിറ്റൽ ഗാഡ്ജറ്റുകളും അവരെ കയ്യിലുണ്ട്. ദുബൈയിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ ആവശ്യമുള്ളവർക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. പിന്നെ അവിടെ ആരെങ്കിലും ബന്ധുക്കളോ കാര്യങ്ങളോ സുഹൃത്തുക്കളോ ഉണ്ടെങ്കിൽ അവരെ പറഞ്ഞേപ്പിച്ച് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് അവരെ കവർ വരുന്നത് ലൈവ് വേൾഡിൻ്റെ. ഓക്കെ, അപ്പോൾ ഇതാ ഇത്രയും സാധനങ്ങൾ നമുക്ക് ദുബൈയിൽ നിന്ന് വന്ന സാധനം. 1 2 3 4 5 6 7 8 9 സാധനങ്ങളുണ്ട് മൊത്തത്തിൽ വന്നത്. അതിൻ്റെ കൂടെയാണ് ഇത് ഐഫോൺ ഉള്ളത്. അപ്പോൾ ഈ ഫോണ് എന്ത് ചെയ്യണോ,
ഈ ഫോൺ പിന്നെ പാക്ക് ചെയ്യണം. അടുത്ത പരിപാടി അതാ. കാരണം ഞാൻ വീട്ടിലേക്ക് ഈ ഫോൺ കൊണ്ടുപോയിട്ടില്ല. ഇന്നലെ കൈ കിട്ടി, അങ്ങനെ തന്നെ വണ്ടിയിൽ വെച്ചതാ. അപ്പോൾ ഇനിയിപ്പോൾ നേരെ ഒരു പിന്നെ നമുക്ക് പാക്കിങ് ചെയ്ത് തരുന്ന ഒരു ഷോപ്പിലേക്ക് പോയിട്ട് അവിടുന്ന് ഈ ഫോണൊന്ന് പാക്ക് ചെയ്യണം. അടുത്ത പരിപാടി അതാ. ഇത് പാക്ക് ചെയ്തിട്ട് സെറ്റാക്കി വെക്കണം. എന്നിട്ട് നാളെ ഒന്നും അറിയാതെ ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കണം. അപ്പോൾ അവിടെ മുഖത്തുള്ള എക്സ്പ്ലനേഷൻ എന്തായിരിക്കും എന്നുള്ള അറിയില്ല. അത് നോക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ എടുത്ത് മാക്സിമം നമ്മൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം. പിന്നെ അപ്പോൾ ആ ഒരു വീഡിയോ കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യും. റെയ്നാക്ക് ഫോൺ കൊടുക്കുമ്പോഴുള്ള ഒരു മുഖത്തുള്ള എക്സ്പ്ലനേഷൻ എന്തെന്നാന്നുള്ള എനിക്ക് പോലും ഇപ്പോൾ അറിയില്ല. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അറിയില്ല. നമുക്ക് നോക്കി നോക്കാം. എന്നോട് എപ്പോൾ പറയൂ ഒരു ഐഫോൺ വേണമായിരുന്നു അറിയൂ. പിന്നെ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലുള്ള ഫോൺ എടുത്തോ, ഞാൻ വേറെ ഫോൺ പിന്നെ 24 അൾട്ര വാങ്ങിക്കാം, ഇതിഞ്ഞെടുത്തോന്നല്ല. അന്നേരം എന്നോട് പറഞ്ഞ് വലിയ ഫോൺ എനിക്ക് വേണ്ട, എനിക്ക് ചെറുത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ദുബൈയിൽ നിന്ന് വരുത്തിച്ച ഫോണാണിത്. ജസ്റ്റ് യൂസ് ചെയ്ത ഫോൺ, പൊട്ടിച്ചിരിക്കുന്നു മാത്രം, ഉപയോഗിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു സാധനം. നമ്മളത്തെ കവറും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നില്ല. സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല, അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ മുകളിൽ ഇനിയിപ്പോൾ ഒന്നും ആക്കുന്നില്ല, എല്ലാം ഓൾന്നെ ചെയ്തോട്ടെ എന്നുള്ളതിൽ അങ്ങനെ തന്നെ ഇതങ്ങ് കൊടുക്കും. അപ്പോൾ ഞാൻ കൊടുക്കുന്ന സമയത്ത് ഫോൺ ഉണ്ടാവും, ഈ ചാർജറും ഈ അഡാപ്റ്ററും ഉണ്ടാവും. പിന്നെ ഒരു ഇതിൽ നല്ല നോക്കിയിട്ട് ഇതിൽ രണ്ടിൽ ഏതായിരിക്കും രസം ഉണ്ടാവുക? ഇതായിരിക്കോ ഈ കവറിൽ രണ്ടിൽ ഏതായിരിക്കും രസം ഉണ്ടാവുക? അപ്പോൾ ഏതായില്ല, ഇഷ്ടമുള്ള എടുത്തോട്ടല്ല. ഈ രണ്ട് കവറും കൂടെ ഈ ഒരു ഗ്ലാസും ഇതും കൂടെ ഒപ്പരം വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, പാക്ക് ചെയ്യുക. അങ്ങനെ മച്ചാന്മാരെ നമ്മളെ റെയ്നാക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഗിഫ്റ്റ് പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ സംഭവം എന്നാന്നുള്ളതൊരു കോലം കൊണ്ട് തിരിയില്ല. ഇതിൽ കിടക്കുന്നത് ഫോണാന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ള എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു 12 ഇഞ്ച് നീളമുള്ള ഒരു ബോക്സിലാണ് നമ്മൾ സാധനം സെറ്റാക്കി വെച്ചത്. വെയിറ്റിന് വേണ്ടിയിട്ട് വേറെ കുറേ സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ഏകദേശം ഒരു 1.5 കിലോൻ്റെ അടുത്ത് വരെ സാധനം ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ ഫോണാന്നുള്ളത് മനസ്സിലാവാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ ഇനിയിപ്പോൾ അവളെ കൈ കൊടുത്തിട്ട് അവൾ പൊളിച്ചിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാര്യം എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. അപ്പം നേരെ നമുക്ക് അവളെ കയ്യിലേക്ക് കൊടുക്കാം. കാരണം ഞാനിത് വീട്ടിലേക്ക് എടുത്തിട്ടില്ലായിരുന്നു. ഇന്നലെ സെറ്റാക്കി വെച്ച് അങ്ങനെ തന്നെ വണ്ടിയിൽ വെച്ചത്. ആ വണ്ടിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല. ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ നേരെ അവളെ കയ്യിലേക്ക് സാധനം കൊടുക്കണം. വീഡിയോ ആരെ കൊണ്ടെങ്കിലും എടുപ്പിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാൻ തന്നെ എടുക്കുമോ, അതിനുള്ള പരിപാടിയൊന്നും തീരുമാനിച്ചിട്ടില്ല. നോക്കി നോക്കട്ടെ എന്തെങ്കിലും നടക്കുമോ എന്നുള്ളത്. അങ്ങനെ ഈ ഗിഫ്റ്റാണ് നമ്മൾ റെയ്നാക്ക് കൊടുക്കുന്നത്. അപ്പം നേരെ റെയ്നാക്ക് കൊടുത്തിട്ട് ഇവളെ എക്സ്പ്രഷൻ എന്തെന്നാന്നുള്ളതൊന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കുക. എനിക്കും അറിയില്ല എന്താന്നുള്ളത്. നേരെ എന്നാൽ നമ്മൾ പോന്നു. അങ്ങനെ ഇന്ന് ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറിയാണ്. ഞങ്ങൾ കേക്കിന് പോയപ്പോൾ കേക്ക് കിട്ടിയില്ല. അപ്പോൾ പകരം വെറൈറ്റി ആയിട്ട് വേറൊരു കേക്ക് കിട്ടി. അത് കട്ട് ചെയ്യേണ്ട പരിപാടിയാണ്. അപ്പോൾ അത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഗിഫ്റ്റ് പൊളിക്കണം. ഒരു ഗിഫ്റ്റ് കൊണ്ടുപോകും ട്രെയിനാക്ക്. ഒരു ഗിഫ്റ്റ് പൊളിക്കണം. അതുപോലെ തന്നെ മുട്ടായി പാക്കറ്റ് ഉണ്ട്. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാലാ. പിടിക്കും കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി കേക്ക്. കുറെ കുട്ടികൾ നമ്മളിവിടെ ഓർക്കെല്ലാം കേക്ക് കൊടുക്കണം. കളിക്കേ എല്ലാം കാണിക്കേ പഠിക്കേ കേക്ക് അടിക്ക് കേക്ക് ചോടാ മേ പറഞ്ഞോ എന്നാ ഷെമിനോ എന്നാ മേ
അങ്ങനെ കേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടല്ല അങ്ങനെ ഇതാ നമ്മളെ ഗിഫ്റ്റ് പൊളിക്കാൻ നോക്കുന്ന ഞാൻ കുറച്ച് ബാക്കോട്ട് നിൽക്കാം. ചിലപ്പോ ഒരു അടി എനക്ക് പ്രതീക്ഷിക്കാന്നുള്ളൊരു തോന്നലുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ബാക്കിലോട്ട് ഞാൻ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ നീളം കിട്ടും. സൈഡ് എടുത്തത് അവൾക്ക് അങ്ങനെ ഗിഫ്റ്റ് ഇതാ പൊളിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ അവിടെ ഉണ്ട് ഇൻസുലേഷൻ കൊണ്ട് ഒട്ടിച്ചിരിക്കും. അത് ആൾക്കാരുണ്ട്. ഇവിടെ തരണം അവളപ്പുറം ആണില്ല. അവിടെ ഉണ്ട് പോലോ. എനിക്കോ ഇങ്ങനെ ഇത് വേണ്ട. എന്നാ